ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഗ്യാസില്ലാതെ ഫുള്ളായിട്ട് വിറകടുപ്പിൽ കുക്ക് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഗ്യാസിനൊക്കെ ഒരുപാട് ക്ഷാമമുള്ളൊരു കാലമാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഒരുവിധം ഒരു പരിധി വരെയൊക്കെ ഗ്യാസ് എല്ലാവർക്കും കിട്ടിത്തുടങ്ങി എന്നാണ് കേട്ടോ ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പൊതുവെ ഫുള്ളായിട്ട് ഗ്യാസിൽ അങ്ങനെ ഡെയിലി കുക്ക് ചെയ്യാറില്ല കേട്ടോ. നമ്മൾ ഗ്യാസിലും അതുപോലെ തന്നെ അടുപ്പിലും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മൾ പുറത്തൊരു അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കൂട്ടാനായിട്ടുള്ളത് കർമ്മത്ത് ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിന് കർമ്മത്ത് എന്നാണ് പറയുക. പലരും ഇതിന് പപ്പായ എന്ന് പറയും, കർമൂസ എന്ന് പറയും. അങ്ങനെ ഒരുപാട് പേർക്ക് പല പേരായിരിക്കും കേട്ടോ ഈ ഒരു സാധനത്തിനുള്ളത്. അപ്പോൾ ഞാനിതിന് കർമ്മത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനതൊന്ന് നല്ലോണം ക്ലീനാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചെത്തി എടുക്കണം കേട്ടോ. അതായത് ചെറിയ ഉപ്പേരിക്ക് ഉള്ള ആ ഒരു സൈസിലാക്കണം. ഞാനിപ്പോൾ ഇങ്ങനെ അരിയുന്നത് എനിക്ക് കയ്യിലിട്ട് അരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിരൽ വേഗം ചെത്തിപ്പോവും. ഞാൻ സാധാരണ കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ എല്ലാ സാധനങ്ങളും അരിഞ്ഞ് റെഡിയാക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കഞ്ഞിക്ക് കൂട്ടാനായിട്ട് ഉണക്ക ചെമ്മീനുകൊണ്ട് സമ്മന്തിയും അതുപോലെ തന്നെ ഉപ്പേരിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ മാവിൽ തന്നെ ഉണ്ടായിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് മുന്നിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി നോക്കുന്ന സമയത്ത് മാങ്ങ എനിക്ക് ഏത് പറിക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പോൾ ഒക്കെ ഒരേ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു 2 പറിച്ചിട്ട് ഞാൻ കൊണ്ടുപോവാണ് കേട്ടോ. ചോറിനുള്ള വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വക കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചോറും അരി അടുപ്പത്തിട്ടാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് ചോറും പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. പിന്നെ ഈ അടുപ്പ് കത്തി പോകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിലായിട്ട് ഓരോ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ചോറ് അതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഉപ്പേരിയാണ് കേട്ടോ അതിൻ്റെ ബാക്കിൽ റെഡിയാക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ അടുപ്പൊക്കെ കത്തിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായൊരു പ്ലാനിങ്ങും ആണ് കേട്ടോ. ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റെഡിയായി വരുമ്പോഴത്തേന് ഗ്യാസ് പോലെ അല്ലല്ലോ. ഗ്യാസ് ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ പ്ലാൻ ഇട്ടിട്ട് വേണം ഇങ്ങനെ അടുപ്പൊക്കെ കത്തിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്തായാലും നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോഴാണ് അതൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അടുപ്പ് കെട്ടാറിപ്പോവും. അപ്പോൾ വീണ്ടും നമ്മൾ അടുപ്പ് കത്തിച്ച് റെഡിയാക്കി എടുക്കുമ്പോഴത്തേന് അപ്പോൾ ഒരുപാട് വിറകിന് നഷ്ടമല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നേരത്തെ ഒക്കെ ഒരുക്കി വെച്ച് റെഡിയാക്കാം. അപ്പോൾ ഇനി ചമ്മന്തിയിലേക്കും അതുപോലെ തന്നെ ഉപ്പേരിയിലേക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കാന്താരി മുളകാണ് കേട്ടോ ഒന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മുളക് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് വെറുതെ ചോറിൽ ഉപ്പും കൂട്ടിയിട്ട് അങ്ങനെയും കഴിക്കും, ഇങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ ഉപ്പേരികളൊക്കെ ഉണ്ടാക്കുമ്പോൾ. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ, കാന്താരി മുളകിന് എന്തോ ഹെൽത്തി സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടുന്ന് കുറച്ച് മുളകൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കാന്താരി മുളക് ഇഷ്ടമുള്ളവരൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആർക്കൊക്കെ എരിവ് കൂടുതൽ ഇഷ്ടമുണ്ടെന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളി. പിന്നെ എൻ്റെ മുളകിൻ്റെ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് ഇനി അവിടുന്ന് നേരെ വീണ്ടും അടുപ്പത്തോട്ട് തന്നെ വന്നു കേട്ടോ. ആ സമയം ആയപ്പോഴത്തേന് ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ചമ്മന്തിയാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഉണക്ക ചെമ്മീൻ വെച്ചിട്ടാണ് ഇന്ന് ചമ്മന്തി റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ കനലിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. കാരണം അത്രയും ചൂടൊന്നും ഇതിന് വേണ്ട. ചെറിയ ചൂടിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിത് അടുപ്പിൽ വിറക് കത്തിയപ്പോൾ ഓവറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓവറായത് ഞാൻ വേഗം മാറ്റിയിട്ട് ഇനി കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ റെസിപ്പികളൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള റെസിപ്പികളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ എൻ്റെ വ്ളോഗിൽ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണേ.
അപ്പോൾ ചെമ്മീനൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 ഉണക്കമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ കാന്താരി മുളകാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മുളകാണ് ഇട്ടിട്ടുള്ളത്. ഇനി ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് അമ്മിയിൽ ചെയ്തെടുക്കുന്ന കേട്ടോ ഏറ്റവും പെർഫെക്റ്റ്. അതിലേക്ക് ഞാനിപ്പോൾ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാങ്ങയും ചെറിയുള്ളി അതുപോലെ തന്നെ കാന്താരി മുളക്, നേരത്തെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനും ഉണക്കമുളകും കൂടിയിട്ടുള്ള ആ ഒരു റോസ്റ്റ് ചെയ്ത സംഭവം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചമ്മന്തി രൂപത്തിലൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇത് കഞ്ഞിയുടെ കൂടെയാണ് കേട്ടോ ട്രൈ ചെയ്തത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ